സ്വർണം വാങ്ങരുത് എന്നൊക്കെ മോദി പറഞ്ഞാൽ ആര് കേൾക്കാനാ? പിന്നെ അങ്ങനെ പറഞ്ഞതിൽ കാര്യമുണ്ടോ? കാര്യം എക്കണോമിക്കലായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയാം, ആരും കേൾക്കാൻ പോകുന്നില്ല. വാങ്ങുന്നവർ വാങ്ങും, കയ്യിരിക്കുന്നവർ. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ, മറ്റൊന്നും തോന്നരുത്. മല്ലു ഇല്ല, മോദി പറഞ്ഞ കേൾക്കുന്ന കുറേ ആളുകളുണ്ട് ഇല്ലേ? ഉണ്ട്. അതൊരു വസ്തുതയാണ്. അതിനൊരു ഉദാഹരണം ഞാൻ ഈ ഗ്യാസ് കണക്ഷൻ്റെ കാര്യം. ഈ ഗ്യാസ് കണക്ഷന് എല്ലാവർക്കും സബ്സിഡിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു സിലിണ്ടറിന് മേളിൽ സബ്സിഡിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സബ്സിഡി ആവശ്യമില്ലാത്തവർ സബ്സിഡി ഉപേക്ഷിക്കണം എന്ന് ഈ മോദിയുടെ ആദ്യത്തെ ഗവൺമെൻറ് എന്നപ്പോൾ ഒരു നിർദ്ദേശം വെച്ചു, ഒരു അഭ്യർത്ഥന. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എല്ലാ പൈസയൊക്കെ ഉണ്ടല്ലോ, ഈ സബ്സിഡി ഗവൺമെൻറ് എടുത്ത് കൊടുക്കുകയാണല്ലോ, നിങ്ങൾക്ക് വളരെ കുറച്ച് വിലക്കാണല്ലോ നിങ്ങൾ വാങ്ങുന്നത്, നിങ്ങൾക്ക് മൊത്തം വിലയ്ക്ക് വാങ്ങിച്ചൂടെ, ഞങ്ങൾ ഈ വിലക്കാണ് പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രപ്പോസൽ വെച്ചപ്പം എന്നാൽ 1.5 കോടി ആളുകളാണ് അത് വേണ്ടെന്ന് വെച്ചത്. അതൊരു ചെറിയ സംഖ്യയാണ്. അമിതാഭ് ബച്ചനും ഷാറുഖ് ഖാനും ഒക്കെ സബ്സിഡി ഗ്യാസ് സിലിണ്ടർ വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ്. ഇത് ഇൻ കമ്പാരിസൺ വിത്ത് നമ്മുടെ KSRTCയിലെ സൗജന്യ യാത്ര, ഈ ക്രോമസോം പോളിസി, ക്രോമസോം എന്താ പറയുക അനുസരിച്ച് സൗജന്യം, ക്രോമസോം ഫ്രീബി, ക്രോമസോം ചെക്ക് ചെയ്തിട്ട് XY ആണോ ടിക്കറ്റ് എടുക്കട, XX ആണോ ടിക്കറ്റ് എടുക്കണ്ട. ഇതൊക്കെ ഞങ്ങൾക്ക് കുറച്ച് വോട്ട് വേണം, ഞങ്ങൾക്ക് കുറച്ച് അംഗീകാരം വേണം, ഞങ്ങൾ വലിയ മനുഷ്യത്വമുള്ളവരാണെന്ന് അറിയപ്പെടണം എന്നൊക്കെ കാണിച്ചുകൊണ്ട് സമൂഹത്തെ അട്ടപ്പടലം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ സോക്കോൾഡ് രാഷ്ട്രീയ പ്രബുദ്ധൻസ്. അവരുടെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. അവരുടെ സാധ്യതകൾ, അവരുടെ അധികാര സാധ്യതകൾ, അവരുടെ നല്ലവൻ്റെയും പണം, സൗജന്യം എന്ന് പറയുമ്പോൾ KSRTC മുന്നോട്ട് പോകണം, ശമ്പളം കൊടുക്കണം, പെൻഷൻ കൊടുക്കണം, അതിൻ്റെ റിപ്പയർ, മെയിൻ്റനൻസ്, റെൻറ്റ്, കുറേ ഹെഡിൽ ചിലവുണ്ട്. ഇതെങ്ങനെയാണ്? ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാം.